ഹായ്, എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കേൾക്കാൻ എല്ലാവരും റെഡിയല്ലേ? കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാമല്ലേ. എൻ്റെ വീട്ടിൽ ഞാനും ഉമ്മയും എത്തിയും ആങ്ങളെയുമാണുള്ളത്. വാപ്പ എൻ്റെ കുട്ടിക്കാലത്തെ മരിച്ചുപോയി. സാമ്പത്തികമായി മോശമില്ലാത്ത ഒരു കുടുംബമാണ് എൻ്റേത്. ഞാനിപ്പോൾ വിവാഹിതയാണ്. 31 വയസ്സാണ് പ്രായം. 8 വയസ്സായ ഒരു മകളുമുണ്ട്. ഭർത്താവ് ഗൾഫിലാണ്. ഞാനും ഇത്തയും തമ്മിൽ 2 വയസ്സ് മാത്രമേ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ അവളെ പേരാണ് വിളിക്കുന്നത്. അവൾ എന്നേക്കാൾ മൂത്തതായതുകൊണ്ട് അവളുടെ ഭർത്താവിനെ ഇക്കയെന്നും വിളിക്കുന്നു. ഇക്ക ദുബായിലാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ ഭർത്താവിനേക്കാൾ പ്രായം കുറവും. എന്നാൽ ഭർത്താവിനേക്കാൾ സാമ്പത്തികമായി വളരെ പിന്നോക്കമാണ്. എൻ്റെ ഭർത്താവിന് ഗൾഫിൽ 3-4 സ്ഥാപനങ്ങളുണ്ട്. ഞാനും ഗൾഫിൽ തന്നെയായിരുന്നു. മകൾ സ്കൂളിലേക്ക് പോകുന്നത് കൊണ്ട് ഇപ്പോൾ വലിയ ഇരുനില വീട് വെച്ച് നാട്ടിൽ തന്നെ ജീവിക്കുന്നു. വെക്കേഷൻ സമയത്ത് ഗൾഫിലും പോകാറുണ്ട്. ഇനി കഥയിലേക്ക് വരാം. ഇത്തയുടെ വിവാഹം നടക്കുമ്പോൾ എനിക്ക് പ്രായം 18 ഇത്ത എന്നേക്കാൾ 2 വയസ്സ് മാത്രം മൂത്തതാണെന്ന് മുൻപേ പറഞ്ഞല്ലോ. എനിക്ക് ചെറുപ്പം മുതലേ നല്ല ആഗ്രഹമുള്ള കൂട്ടത്തിലായിരുന്നു. എന്നാൽ ഇത്തയുടെ വിവാഹശേഷമാണ് അത് വർദ്ധിച്ചു വന്നത്. ഇത്തയുടെ പെണ്ണ് കാണൽ ചടങ്ങിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇത്തയെ പെണ്ണ് കാണാൻ ഇക്കയുടെ കുടുംബക്കാർ വന്നപ്പോൾ ഇക്ക വന്നില്ലായിരുന്നു. എന്നെപ്പോലെ ഇരുനിറത്തിലുള്ള സുന്ദരിയല്ല ഇത്ത. എന്നേക്കാളും വെളുത്തിട്ടുള്ള സുന്ദരിയാണ്. എന്നാൽ ബാക്കി കാര്യങ്ങൾക്കെല്ലാം ഞാൻ തന്നെയാണ് മുന്നിൽ. എൻ്റെ അത്രയും തടിയില്ല. ഇക്ക പിന്നീട് പറഞ്ഞതുപോലെ ഞാനൊരു സ്വർണ്ണത്തിടമ്പായിരുന്നു. ജോലിയിൽ നിന്നും ലീവ് കിട്ടാത്തത് കൊണ്ടാണ് പെണ്ണ് കാണൽ ചടങ്ങിൽ നിന്നും ഇക്ക വിട്ടുനിന്നത്. എത്തയെ ഇക്കയുടെ കുടുംബത്തിന് ഇഷ്ടപ്പെട്ടു. കുടുംബക്കാരുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടമെന്ന് ഇക്ക പറഞ്ഞതുകൊണ്ട് മുൻപെപ്പോഴോ ഇത്ത ഇക്കയെ കണ്ടതുകൊണ്ടും അവർ വിവാഹമുറപ്പിച്ചു. എന്നാൽ ഇക്ക ഇത്തയെ ഇതുവരെ കണ്ടിട്ടില്ല. ഫോട്ടോ കൈമാറുന്ന വ്യവസ്ഥ വെച്ചതുകൊണ്ട് അതും നടന്നില്ല. എന്നാൽ വിവാഹത്തിന് 2 ആഴ്ച മുമ്പ് ഇത്തയെ കാണാൻ ഇക്കയും വിവാഹ ബ്രോക്കറും വീട്ടിൽ വന്ന സമയത്ത് ആദ്യമായി എന്നെ ഇക്കയെ ഞാനും കാണുന്നത്. കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇക്കയെ ഇഷ്ടപ്പെട്ടിരുന്നു. ഇത്തയെ കണ്ടതിന് ശേഷം തിരിച്ചു പോകുമ്പോൾ കൂടെ വന്ന ആളോട് ഇക്ക പറയുന്നത് ഞാൻ കേട്ടു. ആള് കൊള്ളാം, പക്ഷേ ഇത്തിരി തടി കുറവാണല്ലോ. ഞാൻ കരുതി ആദ്യം കണ്ട പെണ്ണായിരിക്കുമെന്ന്. പക്ഷേ അവളല്ലല്ലേ, അവൾ അനുജത്തിയാണല്ലേ എന്നൊക്കെ അവർ പറഞ്ഞ് തിരിച്ചുപോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്തേക്കാൾ തടിച്ച എന്നെയാണ് ഇക്കാക്ക് ഇഷ്ടപ്പെട്ടതെന്ന്, തടിയുള്ളവരെ ഇക്കാക്ക് ഇഷ്ടമാണെന്നും. അങ്ങനെ ഇത്തയുടെ കല്യാണം കഴിഞ്ഞു. ഇത്ത ഒരു സാധാരണ നാടൻ പെണ്ണായിരുന്നു. എന്നാൽ ഇക്ക എന്നെപ്പോലെ ആഗ്രഹങ്ങളൊക്കെയുള്ള ഒരു മോഡേണായിരുന്നു. ഇക്കയെ കണ്ടു മുതൽ എനിക്ക് ഇക്കയോട് ഒരാഗ്രഹം അന്ന് രാത്രി മുതൽ മുളച്ചിരുന്നു. ഇത്തയുടെ കല്യാണശേഷം 2 ആഴ്ചയ്ക്ക് ശേഷമാണ് അവർ വീട്ടിൽ വന്ന്. അന്ന് രാത്രി ഒരു 2 മണി നേരത്ത് ഞാൻ ബാത്റൂമിൽ പോകാൻ എഴുന്നേക്കുന്നു. അപ്പോഴാണ് ഞാനത് കണ്ടത്. എൻ്റെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇത്തയുടെ റൂമും. അങ്ങനെ ആ റൂമിൻ്റെ മുന്നിലൂടെ പോകുമ്പോൾ ഇത്തയുടെ ശബ്ദം എനിക്ക് കേൾക്കാൻ തുടങ്ങി. ഞാനൊന്ന് ചെവി കൂർപ്പിച്ച് കേട്ടപ്പോൾ അതെ, അത് ഇത്തയുടെ ശബ്ദം തന്നെയാണ്. ഞാൻ 4 പാടും നോക്കി. അല്ലെങ്കിലും ഈ പാതിരാത്രി ഉമ്മ എഴുന്നേക്കില്ലെന്ന ധൈര്യത്തിൽ താക്കോൽ തുളയിലൂടെ ഞാൻ അകത്തേക്ക് നോക്കി. അപ്പോൾ ഇത്ത അവിടെ നിന്നും വേണ്ട വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ഇത്തയുടെ ശബ്ദം നന്നായി കേൾക്കുന്നുമുണ്ട്. ഇക്കയുടെ തലയുമാണ് ഞാൻ കണ്ടത്. ഇക്ക തല പൊക്കിയപ്പോൾ അവിടെ നടക്കുന്ന കാഴ്ചകളെല്ലാം ഞാൻ ശരിക്കും കണ്ടു. ആദ്യം ഒന്ന് നെട്ടിയെങ്കിലും എനിക്ക് പെട്ടെന്ന് എന്തോ ഒരു നാണം തോന്നി. പെട്ടെന്ന് നിരാശനായി ഇക്ക എഴുന്നേറ്റപ്പോൾ ഞാൻ വേഗം ബാത്റൂമിലേക്ക് ഓടി. തിരിച്ച് ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ മുന്നിലെ റൂമിൽ നിന്നും ഇറങ്ങി വരുന്ന ഇക്കയാണ്. ബാത്റൂമിൽ പോവാണെന്ന് തോന്നുന്നു. എന്നെ കണ്ടതും തല കുനിച്ചു പിടിച്ച് ഒരു ചമ്മിയ ഭാവത്തോടെ പോകുമ്പോൾ ഞാൻ ഇക്കയെ ഒന്ന് നന്നായി നോക്കി. ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിട്ടും അതൊന്നും നടക്കാത്തതിൻ്റെ സങ്കടവും നിരാശയും ആ മുഖത്ത് കാണാമായിരുന്നു.
അന്ന് ഞാൻ തീരുമാനിച്ചു ഇക്കയെ എൻ്റെ സ്വന്തമാക്കണമെന്ന്. അതിനുശേഷം ഞാൻ പലതവണ അതിനായി ശ്രമിച്ചു. എന്നാൽ അതിനൊന്നും ഇക്ക നിന്ന് തന്നില്ല. 3 മാസങ്ങൾക്ക് ശേഷം ഇക്ക ഗൾഫിലേക്ക് തിരിച്ചുപോയി. ഗൾഫിൽ നിന്നും തിരിച്ചു വരുമ്പോഴേക്കും എൻ്റെ കല്യാണവും കഴിഞ്ഞിരുന്നു. എന്നാൽ എൻ്റെ ഭർത്താവിന് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാനുള്ള ഒരു കഴിവുണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയോ ഒരു മകളുണ്ടായി. ഇതേപോലെ തന്നെയായിരുന്നു അയാളും. ഇഷ്ടം പോലെ പണമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അയാളുടെ കൂടെ ജീവിക്കുന്നത് തന്നെ. എൻ്റെ കല്യാണം കഴിഞ്ഞ് 4-5 വർഷം ഞാൻ സൗദിയിലും ഇക്ക ദുബായിലുമായിരുന്നു. വാട്സപ്പിൽ ചാറ്റൊക്കെ ഉണ്ടെങ്കിലും ഇക്കയെ ഞാൻ നേരിട്ട് കണ്ടിട്ട് ഇപ്പോൾ 5 വർഷത്തിന് മുകളിലായി. അങ്ങനെയാണ് ഞാൻ നാട്ടിൽ സ്ഥിരതാമസമാകുന്നത്. ഞാൻ നാട്ടിൽ വന്ന് 6 മാസത്തിന് ശേഷം ഇക്കയും നാട്ടിൽ വന്നു. അന്ന് മുതലാണ് ഞാനും ഇക്കയും തമ്മിലുള്ള ബന്ധത്തിന് ഒരു പുതിയ തുടക്കം കുറിക്കുന്നത്. ഒരു നാൾ ഇക്ക എനിക്ക് ഒരു മെസ്സേജ് അയച്ചു. എനിക്ക് കുറച്ച് പൈസ തരണം, 1 മാസം കഴിഞ്ഞ് തിരിച്ചു തരാമെന്ന്. ഞാൻ തരാമെന്ന് പറഞ്ഞപ്പോൾ ഇക്ക പറഞ്ഞു നമ്മൾ 2 പേരുമല്ലാതെ മൂന്നാമതൊരാൾ അറിയരുതെന്ന്. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഇക്കാക്ക് എന്നോട് എന്തോ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ആരും അറിഞ്ഞില്ലെങ്കിലും എൻ്റെ ഭർത്താവും നിങ്ങളുടെ ഭാര്യയും അറിയേണ്ടതല്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോഴാണ് ഇക്ക പറഞ്ഞത്. അത് വേണ്ടെന്നും അവരെന്തെങ്കിലും വിചാരിക്കും, അവരോട് ചോദിക്കാതെ നിന്നോട് ചോദിച്ചതെന്ന് ഇക്ക പറഞ്ഞു. ഇക്ക എൻ്റെ മനസ്സറിയാൻ ഞാനൊരു നമ്പർ എറിഞ്ഞു നോക്കി. ആണോ? അങ്ങനെയാണെങ്കിൽ ഇക്ക എന്നോട് എന്തും ചോദിച്ചോ, എനിക്ക് തരാൻ പറ്റുന്നതെല്ലാം ഇക്കാക്ക് ഞാൻ നൽകാം എന്ന് പറഞ്ഞു. എന്ന് മൂളി ഇക്ക പറഞ്ഞു. ഇപ്പോൾ 2 ലക്ഷം വേണം, പിന്നീട് ഞാൻ വേണ്ടത് ചോദിച്ചോളാമെന്ന്. അങ്ങനെ പൈസ വാങ്ങാൻ ഇക്ക എൻ്റെ വീട്ടിൽ വന്നു. ഇത്തയും ഉണ്ടായിരുന്നു. ഇത്ത കാണാതെ ഞാൻ 2 ലക്ഷത്തിൻ്റെ ചെക്ക് കൊടുത്തു. ഇക്ക പറഞ്ഞു അടുത്ത മാസം തരാമെന്ന്. പെട്ടെന്നൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇക്ക പറഞ്ഞു ഒരുപാടുണ്ടല്ലേ, അതുകൊണ്ടായിരിക്കുമെന്ന്. ഒരുപാടുണ്ടായിട്ട് കാര്യമില്ല, അത് തിന്നാൻ അറിയണം എന്ന് ഞാൻ ഒരു മുന വെച്ച പോലെ പറഞ്ഞപ്പോൾ ഇക്ക എൻ്റെ മുഖത്തേക്ക് നോക്കി അതിനും ഒരു യോഗം വേണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇത്ത അടുക്കളയിൽ നിന്നും വന്നത്. പിന്നീട് ഞങ്ങൾക്കൊന്നും സംസാരിക്കാൻ സാധിച്ചില്ല. റൂമിൽ ഒതുക്കി വെക്കാത്ത ഞാൻ ഗൾഫിൽ നിന്നും ഉപയോഗിച്ച ഒരുപാട് സാധനങ്ങൾ കണ്ട് ഇത്ത ചോദിച്ചു ഇതൊക്കെ നിനക്ക് മുകളിൽ കൊണ്ടുപോയി ഒതുക്കി വെച്ചൂടെ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് പറ്റാത്തത് കൊണ്ടാണ്, ആരെങ്കിലും ഉണ്ടെങ്കിൽ മുകളിൽ കയറ്റി വെക്കാൻ സഹായിച്ചാൽ നല്ലതാവുമെന്ന്. അപ്പോഴാണ് ഇക്ക പറഞ്ഞത് ഞാൻ വെച്ചു തരാമെന്ന്. പക്ഷേ പൈസ തരണമെന്നും പറഞ്ഞ് ഇക്ക ചിരിച്ചു. എത്ര വേണമെന്ന് ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ അത് ജോലി തീർന്ന ശേഷമേ പറയാൻ പറ്റൂവെന്ന് ഇക്ക തമാശ രൂപേണ പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞ് സമ്മതിച്ചു. തനിയെ ചെയ്യണ്ട, ഞാൻ കൂടി സഹായിക്കാം, അപ്പോൾ കൂലി കുറവ് മതിയല്ലോ എന്ന് ഞാനും പറഞ്ഞു. അപ്പോൾ എന്ന് മൂളിക്കൊണ്ട് ഇത്ത എന്നെ നോക്കി പറഞ്ഞു ആ നീ കുറേ ചെയ്യും, അത് ഇത്ര നാളും ഇവിടെ ഉണ്ടായിട്ട് നീ ചെയ്തില്ലല്ലോ, എന്നിട്ടല്ലേ നീ ചെയ്യുന്നത് എന്ന് ഇത്ത പറഞ്ഞു. ഒന്ന് പോടി, ഞാൻ നിന്നെപ്പോലെ പണിയെടുക്കാൻ മടിയുള്ളവളല്ല. ഞാൻ ഇത്തയോട് തിരിച്ചു പറഞ്ഞു കയറ്റിത്തരാൻ ആരുമില്ലാത്തത് കൊണ്ടാണ്. ഇക്ക ഇപ്പോൾ കയറ്റിത്തരാമെന്ന് സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ ഇക്ക കയറ്റിത്തന്നതിന് ശേഷം നീ ചോദിക്കണം ഞാൻ സഹായിച്ചില്ലേ എന്ന്. അപ്പോൾ ആരാണ് പണിയെടുത്തവളെന്ന് ഇക്ക പറഞ്ഞു തരും. അങ്ങനെയെങ്കിൽ നിങ്ങൾ കയറ്റിക്കൊടുക്ക്, ഇത്ത ഇക്കയോട് പറഞ്ഞു. അപ്പോൾ ഇക്ക പറഞ്ഞു ഞാൻ വെറുതെ തമാശ പറഞ്ഞതാണെന്ന്. അപ്പോൾ ഞാൻ തിരിച്ചടിച്ചു. ഇത്തയുടെ കൂടെ കൂടി ഇക്കയും മടിയനായി. പഴയ ഇക്കയായിരുന്നെങ്കിൽ ഇക്ക കയറ്റിത്തരുന്ന സമയം കഴിഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഇക്കക്കെൻ്റെ മുനവച്ച സംസാരം മനസ്സിലായതുകൊണ്ടാവും ഇക്ക പറഞ്ഞു ഇപ്പോൾ പറ്റില്ല, കുറച്ച് തിരക്കുണ്ട്, ഒരാഴ്ച കഴിഞ്ഞ് വരാം, അവിടെയെല്ലാം നീ വൃത്തിയാക്കി വെച്ചോ എന്ന്. അവിടെ ഞാൻ അല്ലെങ്കിലും എന്നും വൃത്തിയാക്കി തന്നെയാണ് വെക്കുന്നത്, വേണമെങ്കിൽ അവിടെ വെള്ളം ഒഴിച്ച് കുടിക്കാം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇക്കക്ക് ശരിക്കും എന്തോ മനസ്സിലായതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അടുത്ത് തന്നെ ഇക്ക വരുമെന്ന്. ഇത്തയും ഇക്കയും വീട്ടിൽ നിന്നും പോയതിനു ശേഷം 2 ദിവസം കാര്യമായി ഞാനും ഇക്കയും തമ്മിൽ ചാറ്റൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ ഇക്കയെ കാണാതെ പറ്റുന്നുണ്ടായിരുന്നില്ല.
എങ്ങനെയെങ്കിലും ഇക്കയെ കാണണമെന്ന ആഗ്രഹവുമായി ഭർത്താവിനോട് ഉമ്മയെ കാണാൻ പോവാണെന്നും പറഞ്ഞ് ഞാൻ 3 നാൾ ഇത്തയുടെ വീട്ടിൽ പോയി. ഇത്തയുടെ കൂടെയാണ് എൻ്റെ ഉമ്മ താമസിക്കുന്നത്. അങ്ങനെ ഇത്തയുടെ വീട്ടിലെത്തി. ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞ് ഞാനൊന്ന് ഉറങ്ങാൻ പോകുമ്പോഴാണ് ഇക്കയുടെ കാറിൻ്റെ ശബ്ദം കേൾക്കുന്നത്. ഞാൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് കോഴി വാങ്ങാൻ പോയതാണ്. എന്നെ കണ്ടപാടെ സുഖമാണ് എന്ന് ചോദിച്ച് കുശലം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ നല്ല ആള് തന്നെ, കേട്ടിത്തരാമെന്ന് പറഞ്ഞ ആളാണ്. അന്ന് വന്നേ പിന്നൊരു വിവരവുമില്ല എന്ന്. അപ്പോൾ ഇക്ക പറഞ്ഞു, ഞാൻ പറഞ്ഞത് സത്യമാണ്, പക്ഷേ കുറച്ച് തിരക്കിലായിപ്പോയി. അല്ല, നീ അത് തന്നെ ഓർത്ത് തന്നെ ഇരിക്കായിരുന്നു? ഇക്ക ചോദിച്ചു. അതെ, ഇക്ക പെട്ടെന്ന് ഗൾഫിൽ പോയാൽ പിന്നെ അത് നടക്കില്ലല്ലോ. ഇക്ക ഉണ്ടായാൽ പിന്നെ ഞാൻ എന്തിനാ വേറൊരാളെ കൊണ്ട് കേട്ടിക്കുന്നത്? അത് നല്ലതല്ലല്ലോ. അതോർത്തിട്ടാണ്. ഇക്കാക്ക് കേട്ടിത്തരുന്നത് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ കേട്ടുന്നില്ല, പോരെ എന്നും പറഞ്ഞ് ഞാൻ മുഖം കാട്ടി. അപ്പോൾ ഇക്ക പറഞ്ഞു, 2 ദിവസം കഴിഞ്ഞ് ഞാൻ അങ്ങ് വരാമെന്ന്. അപ്പോൾ പോരെ എന്ന് ചോദിച്ചു. ഞാൻ മതിയെന്ന് ഇക്കയോട് പറഞ്ഞു. പെട്ടെന്നാണ് ഇത്തയുടെ ശബ്ദം ഞാൻ കേൾക്കുന്നത്. ശബ്ദം കേട്ട ഭാഗത്തേക്ക് നമ്മൾ പോയപ്പോൾ ഉമ്മയെ താങ്ങി നിൽക്കുന്ന ഇത്തയാണ് ഞാൻ കാണുന്നത്. ഇത്ത ഇക്കയോട് പറഞ്ഞു, നിങ്ങൾ വേഗം വണ്ടിയെടുക്ക്, നമുക്ക് ഹോസ്പിറ്റൽ വരെ പോകണമെന്ന്. ഇക്ക വണ്ടിയെടുത്ത് വരികയും ഞാനും ഇത്തയും ഉമ്മയെടുത്ത് വണ്ടിയിൽ കയറ്റി. ഞാൻ വണ്ടിയിൽ കയറാൻ പോകുമ്പോൾ ഇത്ത പറഞ്ഞു, നീ വരണ്ട, കുട്ടികൾ തനിച്ചാണ്, രാത്രിയിലെ ഭക്ഷണമെല്ലാം തയ്യാറാക്കി വെക്കാൻ. അങ്ങനെ അവർ ഹോസ്പിറ്റലിലെത്തി വിളിച്ചു പറഞ്ഞു, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഷുഗർ കുറഞ്ഞതാണ്, 2 ദിവസത്തിനകം വരാൻ പറ്റുമെന്ന്. വൈകുന്നേരം ഞാൻ വെറുതെ ഒന്ന് ഇത്താൻ്റെ അലമാര തുറന്നപ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആ ഡ്രസ്സുകൾ കാണുന്നത്. മുട്ടുവരെയുള്ള റോസ് കളറിലുള്ള ഡ്രസ്സ്. അത് ഇക്ക കൊണ്ടുവന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഒരു തവണ പോലും ഇത്ത അത് ഉപയോഗിച്ചിട്ടില്ലെന്ന് അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു. അതല്ലെങ്കിലും അങ്ങനെയല്ലേ നടക്കൂ, ആഗ്രഹമുള്ള ആൾക്കാർക്കൊന്നും ഇത് കിട്ടില്ലല്ലോ. പെട്ടെന്നാണ് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടത്. കയ്യിലുള്ള ആ ഡ്രസ്സുകൾ എടുത്ത് തന്നെ ഞാൻ വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഇക്കയാണ്. ആ, ഇക്കയോ എന്നും പറഞ്ഞ് ഞാൻ തിരിഞ്ഞു പോകുമ്പോൾ എൻ്റെ കയ്യിലെ ഡ്രസ്സുകൾ നോക്കി ഇക്ക ചോദിച്ചു, ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടി? അത് മാറാൻ വേണ്ടി ഇത്താൻ്റെ ഡ്രസ്സ് നോക്കിയപ്പോൾ കിട്ടിയതാണ്, ഞാൻ പറഞ്ഞു. എന്താ, നിനക്കിതുപോലുള്ള ഡ്രസ്സ് ഇഷ്ടമാണോ? എങ്കിൽ നീ അത് എടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഇത് നിങ്ങൾ എനിക്ക് വാങ്ങിയതല്ലല്ലോ. അപ്പോൾ ഇക്ക പറഞ്ഞു, എല്ലാവർക്കും ഇതുപോലെ ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ എന്ന്. അത് പറ്റില്ല, പക്ഷേ ഇക്കയുടെ ഭാര്യയാണെങ്കിൽ ഇത് ഉപയോഗിക്കുന്നില്ല, എൻ്റെ ഭർത്താവാണെങ്കിൽ ഇതുപോലുള്ളത് വാങ്ങിത്തരുന്നുമില്ല എന്നും പറഞ്ഞ് ഞാൻ വേഗം എൻ്റെ റൂമിലേക്ക് പോയി. പെട്ടെന്നാണ് ആ സത്യം ഞാൻ തിരിച്ചറിഞ്ഞത്. ഉമ്മയും ഇത്തയും നാളെ വരൂ. ഓർത്തപ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെയായി. ഇക്ക കല്യാണം കഴിച്ച് വീട്ടിൽ വന്നതിന് ശേഷം ആദ്യമായാണ്, അതായത് 10 വർഷത്തിനിടെ ആദ്യമായി ഞാനും ഇക്കയും ഒറ്റയ്ക്ക് വീട്ടിലുള്ള ആദ്യ ദിവസം. അത് ഇന്നാണ്. ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് എൻ്റെ ആഗ്രഹം സാധിക്കണം. കാരണം ഇതുപോലൊരവസരം ഇനി എങ്ങനെയും കിട്ടിയെന്ന് വരില്ല. ഞാൻ വേഗം എഴുന്നേറ്റ് അടുക്കളയിൽ പോയി എല്ലാവർക്കും ഭക്ഷണം തയ്യാറാക്കി മേശപ്പുറത്ത് വെച്ചു. കുട്ടികളും ഞാനും ഇക്കയും ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ സമയം 9:30 കഴിഞ്ഞിരുന്നു. ഇന്ന് രാത്രി തന്നെ എങ്ങനെയെങ്കിലും കൂടണം എന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചു. വേഗം ഞാൻ ഇത്തയുടെ മക്കളെയും, അതായത് ഇത്തക്ക് 2 കുട്ടികളാണ്, ഒരാണും ഒരു പെണ്ണും, പിന്നെ എൻ്റെ മക്കളെയും മുകളിലെ റൂമിൽ കിടത്തി. അവിടെ ഒരു ജഗ്ഗിൽ വെള്ളം വെച്ചു. അറ്റാച്ച്ഡ് ബാത്റൂം ആയതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ താഴെയാണ് കിടക്കുന്നത്, അതുകൊണ്ട് റൂം ഞാൻ പൂട്ടാമെന്നും. ഉമ്മയുടെ ഫോണ് അവർക്ക് കൊടുത്തു. ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതിയെന്നും പറഞ്ഞ് ഞാൻ റൂം പൂട്ടി താഴെ ഇറങ്ങി. ഞാൻ എൻ്റെ റൂമിൽ വന്ന് കിടന്ന് എന്നിട്ട് ഞാൻ ആലോചിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ ഉടൻ തന്നെ ഇടാട്ടോ. എല്ലാവരും കാത്തിരിക്കുക. കൂടാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.